ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ നമ്മുടെ പണി ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഹാമിനെ 2-0 പരാജയപ്പെടുത്തി. ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒളിമ്പിയാക്കസിൻ്റെ കൂട്ടുകാരൻ വളരെ കംഫർട്ടബിൾ ഗെയിം എന്ന് തന്നെ പറയണം. സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നെങ്കിലും നമുക്കറിയായിരുന്നു വി വർ ഇൻ ടോട്ടൽ കൺട്രോൾ. വെസ്റ്റ് ഹാമിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. ടോട്ടൽ ഷോട്ട്സ് അങ്ങനെ 4-5 ഷോട്ട്സേ ഉള്ളൂ. റായയ്ക്ക് ഇന്ന് ഒരു പണിയില്ലായിരുന്നു. അതേസമയം നമ്മളാണെങ്കിൽ ടോട്ടൽ 21 ഷോട്ട്സ്, അതിലെ 5 ഓൺ ടാർഗറ്റ്. ഇറ്റ് വാസ് എ ടോട്ടൽ ഫുട്ബോൾ ഫ്രം അവർ സൈഡ്, റിയലി ഡോമിനേറ്റിംഗ്. നമ്മൾ ഞാനിത് വീണ്ടും ഞാൻ എൻ്റെ എല്ലാ റിവ്യൂസിലും ഞാൻ പറയുന്നുണ്ട്, നമ്മൾ എന്താണ് ന്യൂ കാസിൽ തുടങ്ങി വെച്ചത്, അതിങ്ങനെ ഓരോ കളി കഴിയുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗെയിമിൽ, നമ്മൾ കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗെയിമിൽ. ഇന്നത്തെ കളിയിൽ കാലഫിയോറി മിഡിൽ കളിച്ചത് വാട്ട് എ ബ്രില്യൻ ഗെയിം ഹീ പ്ലേഡ്. ശരിയാണ്, റൈസ് ഇന്ന് പുള്ളിയുടെ മറ്റേ ഡബിൾ ഹോഴ്സ് ലങ്സ് ഉള്ള ആ ഗെയിം ഇന്നും കാണിച്ചു. എല്ലായിടത്തും റൈസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും റൈസിന് തന്നെ ആയിരിക്കും മാൻ ഓഫ് ദി മാച്ച്. എന്നാൽ പോലും കാലഫിയോറി പ്ലേഡ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് എന്ന് തന്നെ പറയണം. ഹി വാസ് ഓൾസോ എവ്രിവെയർ. പുള്ളിയുടെ വിഷൻ വേറെ ലെവലാണ്. ഐ റിയലി ലൈക്ക് ഹൗ ഇൻ്റലിജൻറ്റ് ദറ്റ് പ്ലെയർ ഈസ്. പക്ഷേ എനിക്കൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡഗാർഡ് എഗെയിൻ ഇഞ്ചേർഡായി. ഫസ്റ്റ് ഹാഫിൽ തന്നെ സുബമെൻഡി വന്നു. സുബമെൻഡി നന്നായിട്ടാണ് കളിച്ചത്. സാക്ക ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു ഹിസ് ഫോം എന്ന് പറയാം. ട്രൊസാർഡ് നന്നായിട്ടൊന്ന് കളിച്ചു. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ശരിയാണ്, ഇന്ന് ഗ്യോക്കറൈസ് ഗോളൊന്നും അടിച്ചിട്ടില്ല. പക്ഷേ ആരും അത്ര സങ്കടപ്പെടാനൊന്നുമില്ല. എല്ലാ കളിയിലും ഗ്യോക്കറൈസ് ഈസ് വർക്ക് റേറ്റ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കളിയിലും ഹീസ് ഗെറ്റിംഗ് ഇമ്പ്രൂവ്ഡ്. ഈ പ്രീമിയർ ലീഗിലെ ഡിഫൻഡേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കളിയിലും ആ ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പേഴ്സണലി. സോ ഇറ്റ്സ് ഓൺലി അബൌട്ട് ടൈം ഗ്യോക്കറൈസ് ഗോൾസ് അടിക്കുന്ന ആ ഒരു പാതയിലേക്ക് തിരിച്ചു വരാൻ. ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ഫ്യൂ ഗെയിംസ് എന്ന് പറയാം. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോഴത്തേക്ക് ഹീ വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടു സ്കോറിംഗ് മോഡ് എന്ന് എനിക്ക് ഉറപ്പാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ ക്യാൻ സീ ആ ഒരു ഗെയിം സെറ്റപ്പ് തന്നെ ഗ്യോക്കറൈസിനെ ഫീഡ് ചെയ്യാൻ പോലത്തെ ഒരു സെറ്റപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഗോളിനെ പറ്റി പറയണം. ഇതിന് ഫസ്റ്റ് ഹാഫ് ഫുള്ള് ആദ്യം തുടങ്ങിയ സമയത്ത് വെസ്റ്റ് ഹാമിൻ്റെ നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് പതുക്കെ വി ഗ്രൂ ഇൻ ടു ദ ഗെയിം എന്ന് പറയാം. എന്നിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ആദ്യം തന്നെ ടിംബറിൻ്റെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എസ്ഐക്ക് ഒരു ഓപ്പൺ ചാൻസ് കിട്ടുന്നു, അത് മിസ് ചെയ്യുന്നു. എസ്ഐ അത് ആക്ച്വലി അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒന്നും മിസ് ചെയ്യാത്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എസ്ഐക്ക് അത് കിട്ടുമെന്ന് എസ്ഐ പ്രതീക്ഷിച്ചേ ഇല്ല. പുള്ളിയുടെ കാലിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷയില്ല. ഇറ്റ് വാസ് ബൈ സർപ്രൈസ് എന്ന ഒരു മോഡലാണ് പുള്ളി അത് എടുത്തത്. ഹി ടുക്ക് ഇറ്റ് വെരി ഫാസ്റ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓപ്പൺ ഗോൾ അത് കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എസയുടെ തന്നെ ഒരു ഷോട്ടാണ് നമ്മുടെ ആരിയോള ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നത്. ആ സേവ് റീബൗണ്ടായിട്ടാണ് റൈസ് ഷൂട്ട് ചെയ്ത് ഗോളാക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ. അറൗണ്ട് 38 മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടും വി ആർ കംഫർട്ടബിൾ. വി ആർ സോ കംഫർട്ടബിൾ ഇൻ ദാറ്റ് ഗെയിം. വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ത്രെറ്റനിങ് ആയിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. ഒന്നും അറിയാലോ, 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇങ്ങനത്തെ കളിയിലൊക്കെ നമ്മൾ സ്ഥിരം സ്ട്രഗിൾ ചെയ്യുന്നത്. വെസ്റ്റ് ഹാം അറിയാലോ, കഴിഞ്ഞ 2 കളിയിലും നമ്മുടെ അടുക്ക വന്നിട്ട് തോപ്പിച്ചിട്ട് പോയ ടീമാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ഷാഡോ ബോഗി ടീം പോയിട്ട് അതിൻ്റെ അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് പോലും കെട്ടിക്കാൻ പറ്റാത്ത അതുപോലത്തെ ഒരു ടീമായിരുന്നു ഇന്നത്തെ ടീം വെസ്റ്റ് ഹാം എന്ന് പറയേണ്ടി വരും. നൂനോടെ യാതൊരു വക ഇമ്പാക്റ്റും നമുക്ക് ആ ഗെയിമിൽ കാണാൻ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഹിം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം സുബമെൻഡിയുടെ ഒരു കിട്ടിലനൊരു ത്രൂ പാസ്, അത് ടിംബർ ടേക്ക് ഓൺ ചെയ്യുന്നു, ടിംബറിനെ ഫൗൾ ചെയ്യുന്നു, അത് പെനാൽറ്റി കൊടുക്കുന്നു. അത് പെനാൽറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ പെനാൽറ്റി. ഞാൻ ഒരിക്കലും ഒരു ആർസണൽ ഫാൻ ആയതുകൊണ്ട് അത് പെനാൽറ്റി ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാൻ പറയുന്നു ഒരിക്കലുമല്ല, അത് പെനാൽറ്റി അല്ല. ബട്ട് പെനാൽറ്റി അവോയ്ഡ് ചെയ്തു. കാരണം അത് ആ ഫൗൾ നടന്ന ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. അതൊരിക്കലും അത് പെനാൽറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതേസമയം ഗ്യോക്കറൈസിനെ ഫൗൾ ചെയ്തത് ന്യൂ കാസിലിൻ്റെ ഗെയിം, അത് ഇപ്പോഴും ഞാൻ പറയും അത് പെനാൽറ്റി തന്നെയായിരുന്നു. ഇറ്റ് വാസ് എ അൺഫെയർ ഡിസിഷൻ.
ആ പെനാൽറ്റി നമ്മുടെ സാക്ക അത് എടുക്കുന്നു, അത് റൈറ്റിലേക്ക് ഇടുന്നു, ഗോൾ. അങ്ങനെ സാക്ക ഗോൾ അടിക്കുന്നു. ആ ഒരു കോൺഫിഡൻസ് എന്തായാലും അടുത്ത ഗെയിമിലേക്ക് വരും. ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്യോക്കറൈസിന് നമ്മൾ കൊടുക്കാനായിട്ട് കുറേ ചാൻസസ് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഗ്യോക്കറൈസിന് അതൊന്നും അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സെക്കൻഡ് ഹാഫ് അത്ര വലിയ നമ്മളങ്ങ് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് പെർഫോമൻസ് എന്നേ പറയുള്ളൂ. ആ സെക്കൻഡ് ഗോൾ എങ്ങനെയും ഒന്ന് അടിക്കണം എന്നുള്ള ആ ഒരു വിഷനേ ഉള്ളായിരുന്നു. സെക്കൻഡ് ഗോൾ അടിച്ചു കഴിഞ്ഞ് നമ്മൾ നിർത്തിയില്ല. വി വർ ട്രൈങ് ഫോർ തേർഡ് ഗോൾ. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അറൗണ്ട് 90th മിനിറ്റിലും നമ്മൾ അറ്റാക്കിംഗ് മോഡിലായിരുന്നു. ഈവൻ്റെ ചേഞ്ചസ് വരേക്കും നല്ല പോസിറ്റീവ് ചേഞ്ചസ് ആയിരുന്നു. ഈതൻ വെനിയറി വന്നു, മാർട്ടിനെലി വന്നു, അങ്ങനത്തെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. കാലഫിയോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു, MLS വന്നു. സോ ഇറ്റ് വാസ് ഓൾ ഗ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനിടയ്ക്ക് റൈസിന് ഒരു ബാക്ക് ഒരു ഇഞ്ചുറി പോലെ വന്നു. ഐ ഹോപ്പ് ഹീ ഈസ് ഫൈൻ. കാരണം ഈ സ്ക്വാഡിൽ നമുക്കാകെ ഒരൊറ്റ പ്ലെയറേ ഉള്ളൂ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയർ, അത് ഡക്ലൻ റൈസ് ആണ്. മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ്, ഗ്രേറ്റ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. എഗെയിൻ ടിംബർ ഇന്നത്തെ കളി ഒരു രക്ഷയില്ലാത്ത കളിയാണ് ഇന്ന് ടിംബർ കളിച്ചത്. എനിക്ക് ഇന്നത്തെ കാലഫിയോറിയുടെ കളി എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലഫിയോറി മിഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിയുടെ കൂടെ ഉള്ള പ്ലെയറിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് ബോള് ഇടാനൊക്കെ ഉള്ള ആ ഒരു പരിപാടിയൊക്കെ ഇന്ന് കാലഫിയോറി പ്രോപ്പർ മിഡ്ഫീൽഡർ എന്താ പറയുന്നത് മെൻറ്റാലിറ്റിയോടെ കളിക്കുന്ന ആ ഒരു കളിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗെയിം ഇൻ ദ സെൻസ് ലൈക്ക് അമേസിങ് പെർഫോമൻസ് വാങ്ങാത്ത അങ്ങനെയൊന്നുമല്ല, ലൈക്ക് പ്രൊഫഷണൽ ഗെയിം. ഇന്ന് നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു, ജയിച്ചു. ലിവർപൂൾ എന്ത് ചെയ്യും, ജയിക്കുമോ തോക്കുമോ, അതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ജയിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട. അത് നല്ല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാര്യം ശരിയാണ്, എല്ലാവർക്കും ഒരു ചെറിയ സങ്കടം കാണും ഗ്യോക്കറൈസ് സ്കോർ ഷീറ്റിൽ ഇല്ലാത്ത, കാരണം അപ്പുറത്ത് സെസ്കോ സ്കോർ ഷീറ്റിൽ കയറി. സോ അതിൻ്റെ ആ ഒരു ചെറിയൊരു സങ്കടം എല്ലാ ആർസണൽ ഫാൻസിനും കാണും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അത്ര വലിയ സങ്കടമായിട്ട് കാണണ്ട. കാരണം നമ്മളുടെ കളി ഇപ്പോൾ വി ആർ മോർ ഡയറക്റ്റ് കളിയാണ് നമ്മൾ കളിക്കുന്നത്. അതിനെന്തായാലും 100% ഒരുപാട് ചാൻസസ് ഇനി ഗ്യോക്കറൈസിന് വരും. ഗ്യോക്കറൈസ് ഇനി ഗോൾ അടിക്കും, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി എത്ര മണിക്കൂറത്തേക്കാണെന്ന് അറിയത്തില്ല. ഫോർ നൗ നമ്മളിപ്പം ടോപ്പ് ഓഫ് ദ ടേബിളാണ്, 16 points. ലിവർപൂൾ ചെൽസി ആയിട്ട് ജയിക്കുകയാണെങ്കിൽ എഗെയിൻ അവർ നമ്മളെക്കാട്ടിലും 2 point, അതായത് 18 points, 2 points ഡിഫറൻസിൽ നമ്മളെക്കാട്ടിലും മണ്ടേ പോകും. അഥവാ തോക്കുകയോ ഡ്രോ ആവുകയോ ചെയ്യുകയാണെങ്കിൽ വി വിൽ റിമെയിൻ ടോപ്പ് ഓഫ് ദ ടേബിൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ. ഇതിലൊന്നും കാര്യമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സീസൺ തീരുമ്പോൾ ആരാണ് ടോപ്പ് ഓഫ് ദ ടേബിൾ അതിലാണ് കാര്യം. പക്ഷേ ഞാൻ എൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ എവറി വിൻ മാറ്റേഴ്സ്. താങ്ക് യു സോ മച്ച് ഗായ്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്നറിയാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്.